സതീശന്റെ ടീം യു ഡി എഫിലെ ചവറ പാർട്ടിയിലെ സീറ്റ് ചർച്ചയുടെ ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ടീം യു ഡി എഫ് എന്ന് പറഞ്ഞാൽ 100-ലധികം സീറ്റ് പിടിക്കാൻ പോവുകയാണ്. സീറ്റ് പിടിക്കാൻ പോകുന്ന യു ഡി എഫിലെ RSP, അതായത് ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രന്റെയും പാർട്ടിക്കകത്തുള്ള ചർച്ച നോക്കിയേ. ഇത് മുന്നിൽ കണ്ടിട്ട് ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും നൈസായിട്ട് മുങ്ങിയത് ഭാഗ്യം, അല്ലെങ്കിൽ ചിലപ്പോ പല്ലുണ്ടാകാത്ത അവസ്ഥ ഉണ്ടായേനെ. ഇതേ നോക്കി. പത്രക്കാലത്ത് ഞാൻ രാജിവെക്കുന്നു, മണ്ഡലം സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്നും പറഞ്ഞ ശ്രീമാൻ നൗഷാദ്, എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തോടൊരു വിരോധമില്ല. പക്ഷേ ഈ കമ്മിറ്റിയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല. ചേട്ടനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. ബഹുമാനപ്പെട്ട സിസിലി സഖാവിന്റെ എല്ലാവിധ ബഹുമാനത്തോടു കൂടി സംസാരിക്കുക. ഈ കമ്മിറ്റി തുടങ്ങിയില്ല. ബിജു പറഞ്ഞ കാര്യത്തിനെ പറ്റി സഖാവിന്റെ അഭിപ്രായം സഖാവ് പറഞ്ഞു, ബിജു പറഞ്ഞതിനെ പറ്റി സഖാവ് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നു, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ പ്രവർത്തനം എന്നുള്ള നിലയിൽ പൊതുമധ്യത്തിൽ പത്രക്കാലത്ത് ഞാൻ രാജിവെക്കുന്നു, മണ്ഡലം സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്നും പറഞ്ഞ ശ്രീമാൻ നൗഷാദ്, എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തോടൊരു വിരോധമില്ല. പക്ഷേ ഈ കമ്മിറ്റിയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല. എന്റെ അഭിപ്രായം ജില്ലാ സെക്രട്ടറിയുടെ വിലപ്പെട്ട നിർദ്ദേശം ഞങ്ങൾ മാനിക്കാൻ അല്ല, കമ്മിറ്റി തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ. ഓരോ പാർട്ടിക്കകത്തെ അഭിപ്രായ ഐക്യയില്ല. ഇവരാണ് കേരളം അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നതും, അതും 100 സീറ്റ്. ആകെ ചവറ പാർട്ടി മാത്രമായിരുന്നു. അപ്പൻ്റെ പേരിൽ പാർട്ടിയിലേക്ക് വന്നതാണ്. ആ ലെഗസി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എന്തെന്ന് ചോദിച്ചാൽ ഒരു ചുക്കുമില്ല. ആ ലേബലിൽ ഇത്തവണ ചവറയിൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ളപ്പോൾ ഇരവിപുരം സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അവിടെയാണ് NK പ്രേമചന്ദ്രന്റെ മകനെ നൈസായിട്ട് കെട്ടിയിറക്കാനുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമം പാർട്ടിക്കകത്താകെ പൊട്ടിത്തെറി ഉണ്ടാക്കിയ അവസ്ഥയാണ്. കണ്ടില്ലേ, പ്രവർത്തകർ തന്നെ പുറത്തു വെച്ച് മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വീഡിയോ പിടിക്കുന്നു, അത് മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. പാവപ്പെട്ട അസീസിക്കായെ ഇരയാക്കിയിട്ട് ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും വിദഗ്ധമായിട്ട് മുങ്ങി. ദൃശ്യം കട്ടായതിനു ശേഷം അസീസാക്കയെ പഞ്ഞിക്കിട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതൊക്കെ ഇനി അവർ വിശദീകരിക്കേണ്ട കാര്യം. എന്തായാലും ടീം UDF സീറ്റ് ചർച്ച തുടങ്ങിയതോടുകൂടി കേരളത്തിലെ സർക്കാർ ആശുപത്രികളെല്ലാം പരിപൂർണ സജ്ജമാക്കേണ്ടതാണ്. വെന്റിലേറ്റർ, ICU എല്ലാം ഏത് സമയവും സുസജ്ജമായിരിക്കണം. ചില ജീവനുകൾ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. എല്ലാ ആശുപത്രിയിലും ബെഡുകൾ ഒഴിപ്പിച്ചിടേണ്ടതും അത്യാവശ്യമാണ്. കാര്യം അത് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ആരോഗ്യ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങളെ സംബന്ധിച്ച് ഇത് ഷൂട്ട് ചെയ്യാൻ വരുന്ന ക്യാമറകളിലൂടെയെല്ലാം നാടറിയാനുള്ള അവസരം കൂടി ഉണ്ടാകും. എന്തായാലും സീറ്റ് നിർണയ ചർച്ച തുടങ്ങിയ പശ്ചാത്തലത്തിൽ RSPയിൽ നിന്ന് അടി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നേരെ അവിടെ നിന്ന് കത്തി KPCC ആഫീസിൽ പൊട്ടി പിന്നീട് AICC ആഫീസിൽ തീരുന്ന അവസ്ഥയിലെ ടീം UDF എത്തി നിൽക്കുള്ളൂ എന്ന് ഏറെക്കുറെ ബോധ്യമാകുന്നുണ്ട്. കണ്ടില്ലേ, ആ ഐക്യമാണത്രേ, ഐക്യം.